ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയുമ്പോൾ നമ്മുടെ HSBCയുടെ വിസ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയും HSBC എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ബാങ്കാണ്. നമ്മുടെ എന്താ പറയുക, അമേരിക്കൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പ്രീമിയം ക്രെഡിറ്റ് കാർഡ് സെഗ്മെന്റിൽ വരുന്ന ഒരു കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. HSBCയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് കോർപ്പറേഷൻ ആണ്, ബാങ്കിങ് കോർപ്പറേഷൻ എന്നാണ് അതിന്റെ പേര്. പക്ഷേ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിയിരിക്കുന്ന പോലത്തെ അല്ല സംഭവം. പക്ഷേ ഇത് ഒരു ബ്രിട്ടീഷ് ബാങ്കാണ് കേട്ടോ. അതായത് UK ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഒരു എന്താ പറയുക ബ്രിട്ടൻ ബേസ്ഡ് ബാങ്കാണ്. അപ്പോൾ ഇതിന്റെ കാർഡുകൾ കുറേ കാർഡുകൾ ഉണ്ട് ഇവർക്ക്. പക്ഷെ ഇവർക്ക് കുറച്ച് ക്രൈറ്റീരിയ സംഭവം, അതുപോലെ തന്നെ പിൻകോഡ് ഇഷ്യൂ ഉണ്ട് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് മെയിൻ നമ്മുടെ സിറ്റീസിൽ മാത്രമല്ലോ. ഇതിനോട് തൃശ്ശൂർ വന്നിട്ടില്ല, എറണാകുളം നിങ്ങളുടെ ഏരിയയിലാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. നമ്മുടെ ഈ പറയുന്ന കാർഡ് എന്ന് പറയുന്നത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. അതായത് വിസ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇതിന് ആക്ച്വലി 4 ലക്ഷം 5 ലക്ഷം ഒക്കെ നമുക്ക് ആനുവൽ ഏർണിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാർഡ് അപ്രൂവ് ആയിട്ട് കിട്ടും. പക്ഷേ ഇവർ ഇത്രയും കാലമായിട്ട് പക്ഷേ ഒരു മെയിനായിട്ട് ഒരു സാലറീഡ് എംപ്ലോയി ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. ബിസിനസ് ഇൻകം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സെൽഫ് എംപ്ലോയ്ഡ് ആൾക്കാർക്ക് കുറവാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഹോൾഡറൊക്കെ ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സിന്റെ കാര്യം സംഭവമൊക്കെ നമ്മൾ പറയാമെന്ന് വെച്ചാൽ നമുക്ക് കുറേ കമന്റ് വന്നു HSBCയുടെ കാർഡിനെ കുറിച്ച് പറയാൻ. അതിനെക്കുറിച്ച് പറയാതെ എന്താ വെച്ചാൽ നമുക്ക് കേരളത്തിൽ ഭയങ്കര സർവീസ് അവൈലബിലിറ്റി കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാത്തത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിനെ കുറിച്ചും പറയാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് ജോയിനിങ് ചാർജ് വരുന്നത്, മാനുവൽ ചാർജ് വരുന്നത് 0 തന്നെയാണ്. ബസ് സ്യൂട്ടഡ് ഫോർ ഷോപ്പിംഗ് ആണ്. അതുപോലെ തന്നെ റിവാർഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്, അല്ല റിവാർഡ് ടൈപ്പ് എന്ന് പറയുന്നത് റിവാർഡ് പോയിന്റ് ആണ്. വെൽക്കം ബെനിഫിറ്റ് കാര്യങ്ങളൊന്നുമില്ല. മൂവി ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ട്, ബൈ 1 get 1 നമുക്ക് ബുക്ക് മൈ ഷോയിൽ ഓഫർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 15% ഡൈനിങ് ബെനിഫിറ്റ് ഓൺ ഈസി ഡൈനർ വരുന്നുണ്ട്. പിന്നെ റിവാർഡ് റേറ്റ് പറയുകയാണെങ്കിൽ 2 റിവാർഡ് പോയിന്റ് പെർ 100 rupees 150 രൂപ സ്പെൻഡ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് റിവാർഡ് പോയിന്റ്സ് നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് വൗച്ചർ ആയിട്ടും എയർ മൈൽസ് ആയിട്ടൊക്കെ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും. ട്രാവൽ ബെനിഫിറ്റോ എയർപോർട്ട് ലോഞ്ചസോ ഇന്റർനാഷണൽ ലോഞ്ചസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇൻഷുറൻസ് ബെനിഫിറ്റോ ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് കാർഡെന്ന് വേണമെങ്കിൽ പറയട്ടെ. പക്ഷേ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് പോലെ തന്നെ വൈഡ്ലി അക്സെപ്റ്റഡ് ആണ്. അത് മാത്രമല്ല നമുക്ക് അത്യാവശ്യം ലിമിറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം നമുക്ക് ഇവർ തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിഡംഷൻ ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല, നില്ലാണ്. ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് വന്ന് 3.5% ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ആനുവലി വരുന്നത് 3.49 ആണ്. അതായത് നിങ്ങൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ല് അടച്ചില്ലെങ്കിൽ ഫ്യൂൽ സർചാർജ് വേ ഓഫ് 1% വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് അഡ്വാൻസ് ചാർജ് 2.5% വരുന്നുണ്ട്. മിനിമം എമൗണ്ട് 500 രൂപ, ബാക്കിയുള്ള സംഭവം പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതൊരു അത്യാവശ്യം ഇത്രയേ ഉള്ളൂ. ഇതിന് മെയിനായിട്ട് വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ HSBC വിസ കാർഡ് ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സെറ്റാപ്പിന്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ റെഫറൽ ലിങ്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിട്ട് മറക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ്. അപ്പോൾ നമ്മുടെ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാൻ മതി. ലിങ്ക് കാലം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കമന്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമന്റും പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്താലോ, അടുത്ത